സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. ആ ചൂടിനൊപ്പം ആശങ്കയാവുകയാണ് പാമ്പുകളും. ഇന്നലെ രാത്രിയും ഇന്നുമായി 10-ലേറെ പേർക്ക് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റു. 11 പേരെയാണ് സർക്കാരിന്റെ 108 ആംബുലൻസ് സർവീസിൽ ഇന്നു മാത്രം ആശുപത്രിയിൽ എത്തിച്ചത്. കായംകുളത്ത് 15 വയസ്സുള്ള പെൺകുട്ടിക്ക് പാമ്പുകടിയേറ്റു. കോഴിക്കോട് ഉള്ളിയേരിയിൽ പാമ്പുകടിയേറ്റ യുവാവ് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ്. ചൂടും വേനൽമഴയുടെ ആർദ്രതയും കൂടി ആയതോടെ പാമ്പുകൾ എരിപുരി സഞ്ചാരത്തിലാണ്. അതിനിടയിലാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേൽക്കുന്ന സംഭവങ്ങൾ കൂടുന്നത്. ഇന്നലെ രാത്രി കായംകുളം എരുവയിൽ കടിയേറ്റ 15-കാരിക്ക് കായംകുളം ആശുപത്രിയിൽ നിന്ന് 5 വയൽ ആന്റിവെനമാണ് നൽകിയത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ വീട്ടുമുറ്റത്ത് വെച്ച് പാമ്പുകടിയേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. താമരശ്ശേരിയിൽ 20-കാരിക്ക് വീട്ടുമുറ്റത്ത് വെച്ച് കടിയേറ്റു. പാലക്കാട് കോരഞ്ചിറയിലെ അങ്കണവാടി ടീച്ചർക്ക് പാമ്പുകടിയേറ്റു. അങ്കണവാടിയുടെ പരിസരം വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു സംഭവം. അതേസമയം കോഴിക്കോട് കല്ലാച്ചിയിൽ ഇന്നലെ മറ്റൊരു വിദ്യാർത്ഥി തലനാരിഴയ്ക്കാണ് പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിർത്തിയിട്ട സ്കൂട്ടറിനടുത്തേക്ക് പോകുന്നതിനിടെ വിദ്യാർത്ഥിക്ക് നേരെ പാമ്പ് ചാടി. പത്തനംതിട്ട തിരുവല്ല കുറ്റപ്പുഴയിലെ ATM കൗണ്ടറിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തി. പണം പിൻവലിക്കാനെത്തിയ കുറ്റപ്പുഴ സ്വദേശിയാണ് പാമ്പിനെ കണ്ടത്. പാലക്കാട് കൂട്ടുപാതയിൽ വീട്ടിനകത്ത് കണ്ട മൂർഖൻ പാമ്പിനെ സർപ്പ വളണ്ടിയർ അനൂപ് പിടികൂടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.